ഹായ് ഫ്രണ്ട്സ്, ഓപ്പൺ എജ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC 10th, +2 ഡിഗ്രി ലെവൽ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായുള്ള 50 ചോദ്യോത്തരങ്ങൾ അടങ്ങിയ 10 മിനിറ്റ്സ് ഡെയിലി ചലഞ്ചിന്റെ ഡേ 17ൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നവോത്ഥാനത്തിലെ 50 ചോദ്യോത്തരങ്ങളാണ്. ഡെയിലി ചലഞ്ചിന്റെ ഈ വീഡിയോസ് നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റായി യൂസ് ചെയ്യാവുന്നതാണ്. ഓരോ ചോദ്യത്തിന് ശേഷവും വീഡിയോ പോസ് ചെയ്ത് ഉത്തരം പറയാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഉത്തരത്തിലേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ 50 ക്വസ്റ്റ്യൻസും കൂടെ ചേർക്കുമ്പോൾ ഡെയിലി ചാലഞ്ച് വഴി നമ്മൾ കവർ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ എണ്ണം 850 തികയുകയാണ്. ചാനൽ ആദ്യമായി കാണുന്നവർക്കായി ഡെയിലി ചാലഞ്ചിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ പന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? തൈക്കാടയ്യ. തിരുവിതാംകൂറിൽ പന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാടയ്യ. സമപന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാര്? വൈകുണ്ഠസ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീജന്റെ ഭരണമെന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീജന്റെ ഭരണമെന്നും വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീജന്റെ ഭരണമെന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീജന്റെ ഭരണമെന്നും വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികൾ അറിയപ്പെട്ടിരുന്ന നാമം? മുടിചൂടും പെരുമാൾ. കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികൾ അറിയപ്പെട്ടിരുന്ന നാമം മുടിചൂടും പെരുമാൾ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം? 1853. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം 1853. ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം? വടവീശ്വരം. ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം വടവീശ്വരം. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പന്മന. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്മന. കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പന്തളത്ത് നടന്ന മൂക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയതാര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പന്തളത്ത് നടന്ന മൂക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത മലയാളി വനിത? AV കുട്ടിമാളു അമ്മ. 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത മലയാളി വനിത AV കുട്ടിമാളു അമ്മ. കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിത? അന്ന ചാണ്ടി. കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിത അന്ന ചാണ്ടി. അക്കാമ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘം? ദേശസേവിക സംഘം. അക്കാമ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘമാണ് ദേശസേവിക സംഘം. 1938 ദേശസേവിക സംഘം സ്ഥാപിതമായത്. സാഹിത്യ രചനകളിലൂടെ നമ്പൂതിരി സമുദായത്തിന്റെ നവീകരണത്തിനായി പ്രവർത്തിച്ച വനിത? ലളിതാംബിക അന്തർജനം. സാഹിത്യ രചനകളിലൂടെ നമ്പൂതിരി സമുദായത്തിന്റെ നവീകരണത്തിനായി പ്രവർത്തിച്ച വനിത ലളിതാംബിക അന്തർജനം. ആദ്യ വയലാർ അവാർഡ് ജേതാവായ ലളിതാംബിക അന്തർജനത്തിനെ അവാർഡിന് അർഹയാക്കിയ കൃതി ഏത്? അഗ്നിസാക്ഷി. ആദ്യ വയലാർ അവാർഡ് ജേതാവായ ലളിതാംബിക അന്തർജനത്തിനെ അവാർഡിന് അർഹയാക്കിയ കൃതി അഗ്നിസാക്ഷി. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ? കുറുമ്പൻ ദേവത്താൻ. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ കുറുമ്പൻ ദേവത്താൻ. ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം? 1918. ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം 1918. കാവി ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ?
വാഗ്ഭടാനന്ദൻ. കാവി ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം 1928. സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം 1928. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക ആരുടെ വചനങ്ങളാണിത്? ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി ശ്രീ ബോധാനന്ദ സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി ശ്രീ ബോധാനന്ദ സ്വാമികൾ. SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ. SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ. AR രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ കൃതി പ്രരോദനം. AR രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ കൃതി പ്രരോദനം. ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ കേരളത്തിൽ സ്ഥാപിച്ച സംഘടന ഏത്? നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS. ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ കേരളത്തിൽ സ്ഥാപിച്ച സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS. 1914 സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേരെന്ത്? നായർ സമുദായ ഭൃത്യജന സംഘം. 1914 സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് നായർ സമുദായ ഭൃത്യജന സംഘം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആര്? P. കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ P. കൃഷ്ണപിള്ള. ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമികൾ. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമികൾ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? K. കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പൻ. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളത്തിന്റെ വന്ധ്യവയോധകൻ എന്നറിയപ്പെടുന്നത് ആര്? KP കേശവമേനോൻ. കേരളത്തിന്റെ വന്ധ്യവയോധകൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോൻ. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചതാര്? സരോജിനി നായിഡു. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ചതാര്? ആനന്ദ തീർത്ഥൻ. 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ. 1931 പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചതാര്? ആനന്ദ തീർത്ഥൻ. 1931 പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ. സ്തോത്രമന്ദാരം, ലളിതോപഹാരം, കിളിപ്പാട്ട് എന്നീ കൃതികൾ എഴുതിയതാര്? KP കറുപ്പൻ. സ്തോത്രമന്ദാരം, ലളിതോപഹാരം, കിളിപ്പാട്ട് എന്നീ കൃതികൾ എഴുതിയത് KP കറുപ്പൻ. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? P. രാജഗോപാലാചാരി. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയപ്പോൾ തിരുവിതാംകൂർ ദിവാൻ P. രാജഗോപാലാചാരി ആയിരുന്നു. തളിറോഡ് സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? C. കൃഷ്ണൻ. തളിറോഡ് സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് C. കൃഷ്ണൻ. 1921 ജനുവരി 14 ചേരമർ മഹാസഭ രൂപീകരിച്ചതാര്? പാമ്പാടി ജോൺ ജോസഫ്. 1921 ജനുവരി 14 ചേരമർ മഹാസഭ രൂപീകരിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്?
പാമ്പാടി ജോൺ ജോസഫ്. സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ പാമ്പാടി ജോൺ ജോസഫ്. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമികൾ. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമികൾ. അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് ആര്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. മലബാറിലെ ഏത് പത്രമാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്? മിതവാദി. മലബാറിലെ മിതവാദി പത്രമാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. 1907 കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം? മിതവാദി. 1907 കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം മിതവാദി. വി.ടി. ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏത്? മംഗളോദയം. വി.ടി. ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത നേതാവ്? ജി.പി. പിള്ള. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത നേതാവ് ജി.പി. പിള്ളൈ. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ? സി.പി. ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ സി.പി. ഗോവിന്ദപിള്ള. കേരള കൗമുദി ദിനപത്രമായി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം? 1940. കേരള കൗമുദി ദിനപത്രമായി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1940. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയെ മാതൃകയാക്കി ആരംഭിച്ച മലയാള ദിനപത്രം? മാതൃഭൂമി. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയെ മാതൃകയാക്കി ആരംഭിച്ച മലയാള ദിനപത്രമാണ് മാതൃഭൂമി. ഇന്നത്തെ ഡെയിലി ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഡെയിലി ചലഞ്ചിന്റെ തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അടുത്ത 50 ചോദ്യവുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.